നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അമൽ സനാതനം. നമ്മൾ 27 നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന മലയാള വർഷക്കാലത്തെ ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഉത്തര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മലയാള വർഷം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ അധ്യായത്തിൽ അത്തം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ഈ മലയാള വർഷത്തിൽ ഉണ്ടാകുന്ന പൊതുഫലങ്ങളെ കുറിച്ചാണ്. അത്തത്തിനെ സംബന്ധിച്ച് പ്രധാനമായും പറയേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, പുതിയ ഉദ്യോഗം ലഭിക്കുന്ന ഒരു വർഷമാണ്. പ്രണയം വിവാഹത്തിൽ കലാശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വ്യവസായത്തിൽ ഉന്നതി ഉണ്ടാകും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യം വരും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണ്ട ഒരു വർഷമാണ് ഈ മലയാള വർഷം. വിവാഹത്തിന് അനുയോജ്യമായ കാലമാണ്. വിദേശ യാത്രയ്ക്ക് സാധ്യത കൂടുതലുള്ള ഒരു വർഷമാണ് ഈ മലയാള വർഷം. കലാമേഖലയിലുള്ളവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ഭൂമി സംബന്ധമായ തർക്കുകൾ കേസുകളായി പരിണമിക്കാനുള്ള സാധ്യതയുണ്ട്. വിലപിടിപ്പുള്ള വസ്തുക്കളോ ആഭരണങ്ങളോ നഷ്ടപ്പെടുവാനും ഈ മലയാള വർഷത്തിൽ അത്തം നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് സാഹചര്യങ്ങൾ ഉണ്ടാകും. പൊതുവായിട്ട് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികളായിട്ടുള്ള അത്തം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് അനുയോജ്യമായ കാലമാണ്. എന്നിരുന്നാൽ തന്നെയും പരീക്ഷകളിൽ പ്രതീക്ഷിച്ച രീതിയിലുള്ള വിജയം ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് വരും. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ അവിടെ തളർന്നു പോകരുത്. നന്നായിട്ട് തന്നെ മുന്നേറുക. എല്ലാവിധ പവറും, നിങ്ങളുടെ എല്ലാവിധ കോൺസെൻട്രേഷനും, നിങ്ങളുടെ എല്ലാവിധ എഫേർട്ടും വിദ്യാഭ്യാസത്തിന് കൊടുത്ത് മുമ്പോട്ട് പോവുക. ഒരു ചെറിയ പരാജയം സംഭവിച്ചു എന്ന് കരുതി ഒരിക്കലും നിങ്ങൾ അതിൽ വിഷമിച്ചിരിക്കരുത്. നിങ്ങൾ മുമ്പോട്ട് തന്നെ പോകണം. എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങളെ അതിലൂടെ തീർച്ചയായിട്ടും തേടി വരുന്നതായിരിക്കും. ഇതിൽ യാതൊരു സംശയവുമില്ല. തൊഴിൽ പരമായിട്ട് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ തൊഴിൽ, പുതിയ ഉദ്യോഗങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് അത്തത്തിനെ സംബന്ധിച്ച് ഈ മലയാള വർഷം എന്ന് പറയുന്നത്. നിലവിൽ ഏതെങ്കിലുമൊക്കെ തൊഴിലിൽ നിൽക്കുന്നവരാണെങ്കിൽ തന്നെയും അതിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം. സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി, സാലറി കൂട്ടിക്കിട്ടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഈ മലയാള വർഷത്തിൽ അത്തം നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിക്കുന്ന തൊഴിൽ അന്വേഷകരായിട്ടുള്ള വ്യക്തികൾക്ക് ആദ്യത്തെ 6 മാസങ്ങൾ പിന്നിട്ടതിന് ശേഷമായിരിക്കും നല്ല ഒരു ഉദ്യോഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നത്. പ്രണയ സംബന്ധമായി പ്രണയം മിക്കവാറുമുള്ള പ്രണയങ്ങളൊക്കെ, കവിതാക്കളുടെ പ്രണയങ്ങളൊക്കെ വിവാഹത്തിൽ കലാശിക്കുന്ന ഒരു സാഹചര്യം ഈ മലയാള വർഷത്തിൽ കാണുന്നുണ്ട്. അത്തം നക്ഷത്ര ജാതരായിട്ടുള്ള കവിതാക്കളൊക്കെ തന്നെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഈ മലയാള വർഷം അതിന് അനുയോജ്യമായ ഒരു കാലഘട്ടം തന്നെയാണ്. കുടുംബപരമായിട്ട് കുടുംബത്തിൽ ഇതുവരെ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ബന്ധുക്കളുമായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ ഉള്ളവരുമായിട്ടൊക്കെ ഉള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല രീതിയിലുള്ള ഒരു പുരോഗമനം, ഒരു മാനസികമായിട്ടുള്ള പുരോഗമനവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് കടന്നു വരുന്ന ഒരു വർഷമായിരിക്കും ഈ മലയാള വർഷം എന്ന് പറയുന്നത്. സമാധാനം, അതായത് ഏറ്റവും പ്രധാനം ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ആവശ്യം സമാധാനമാണ്. അപ്പോൾ ആ സമാധാനവും സന്തോഷവും സ്നേഹവും ഒക്കെ ഈ ഒരു കാലയളവിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം അത്തം നക്ഷത്ര ജാതർക്ക് ഉണ്ടാകും. ആരോഗ്യപരമായിട്ട് ആരോഗ്യകാര്യത്തിൽ അത്തം നക്ഷത്ര ജാതരായിട്ടുള്ളവർ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഉദരം, അതുപോലെ ശിരസ്, ദന്തം എന്നീ ഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാൻ തക്ക രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളും അതിനു വേണ്ടിയിട്ടുള്ള മരുന്നുകളും ഒക്കെ കഴിച്ച് തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകണം. ഈ പറഞ്ഞ അവയവങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റുകൾ എടുക്കണം. അതൊരു നിസ്സാരമായിട്ട് കാണരുത്. പിൽക്കാലങ്ങളിൽ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ മുമ്പോട്ട് പോകുവാനായിട്ട്. അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന അത്തനക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ അല്പം ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ അപകടങ്ങളെങ്കിലും വന്നു ഭവിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. വ്യാവസായികപരമായിട്ട് വ്യവസായം തുടങ്ങുവാനും നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും വ്യവസായം ഉണ്ടെങ്കിൽ അത് വിപുലീകരിക്കുവാനും ഒക്കെ ഈ മലയാള വർഷക്കാലം അത്തനക്ഷത്ര ജാതർക്ക് വളരെ നല്ലതാണ്. നിങ്ങളുടെ എല്ലാ എഫേർട്സും, നിങ്ങൾ എത്രത്തോളം നിങ്ങൾ അതിലോട്ട് എഫേർട്ട് എടുക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് അതിൽ നിന്നും നല്ല കാര്യങ്ങൾ സ്വാംശീകരിച്ചെടുക്കുവാനും നല്ല പ്രോഫിറ്റ് നിങ്ങൾക്ക് നേടിയെടുക്കുവാനും ഈ കാലയളവിൽ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും. വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് അനുയോജ്യമായ കാലമാണ് അത്തനക്ഷത്ര ജാതർക്ക് ഈ മലയാള വർഷം.
ആൺകുട്ടികൾക്കായിരുന്നാലും പെൺകുട്ടികൾക്കായിരുന്നാലും നിങ്ങളെ മനസ്സിനിണങ്ങുന്ന, നിങ്ങളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന നല്ല പങ്കാളികളെയൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മലയാള വർഷം. കലാപരമായിട്ട് കലാമേഖലയിൽ നിൽക്കുന്ന നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു വർഷമാണ്. അത് നിങ്ങളുടെ കല മറ്റ് രാജ്യങ്ങളിലൊക്കെ നിങ്ങളുടെ ഒരു കലാവൈഭവം അവതരിപ്പിച്ച് കാണിക്കുവാനൊക്കെ ഉള്ള ഒരു ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു കാലയളവ് കൂടിയായിരിക്കും ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത്. കലാകാരന്മാർക്കും കലാകാരികൾക്കൊക്കെ നല്ല രീതിയിലുള്ള അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത്. പൊതുവെ ഗുണകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന, എന്നാൽ ചെറിയൊരല്പം ദോഷങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ് നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഈ മലയാള വർഷത്തിൽ കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിലപിടിപ്പുള്ള വസ്തുക്കളോ ആഭരണങ്ങളോ ഒക്കെ നഷ്ടപ്പെടുവാനുള്ള സാധ്യത നിങ്ങൾക്ക് ഈ മലയാള വർഷത്തിൽ കൂടുതലാണ്. അത്തരത്തിലുള്ള ആഭരണങ്ങളെയും വിലപിടിപ്പുള്ള വസ്തുക്കളും ഒക്കെ കൈവശമുള്ളവർ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണം മുമ്പോട്ട് പോകാൻ. അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് വിലപിടിപ്പുള്ളതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഭൂമിയാകാം, വസ്തുവാകാം, തരത്തിലുള്ള പല കാര്യങ്ങളും ആകാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭൂമി സംബന്ധമായ തർക്കങ്ങളൊക്കെ അവസാനം കേസുകളിലൊക്കെ ചെന്ന് പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഈ മലയാള വർഷത്തിൽ നക്ഷത്ര ജാതർക്കുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഏത് പ്രതിസന്ധിയെയും സംയമനത്തോടു കൂടി സമീപിച്ച് മുമ്പോട്ട് പോകുവാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. ദോഷപരിഹാരാർത്ഥം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ ഗണപതി ഭഗവാന്റെ ഭജനം കൃത്യമായിട്ട് നടത്തുകയും ഗണപതി സ്തുതികൾ, ഗണപതിയുടെ മൂലമന്ത്രങ്ങളൊക്കെ രാവിലെയും വൈകുന്നേരവും ചെയ്താൽ അത്രയും നല്ലത്. രാവിലെയും വൈകുന്നേരവും കൃത്യമായി ജപിച്ച് ഗണപതിയുടെ ചിത്രം വീട്ടിൽ വെച്ച് ഗണപതിയുടെ ആ ചിത്രത്തിന് മുൻപിൽ നിങ്ങൾ വിളക്ക് കൊളുത്തി എന്തെങ്കിലും ഒരു മധുര പദാർത്ഥം ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. അത് മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മഹാവിഷ്ണുവിനെ നന്നായിട്ട് ഭജിക്കുക. മഹാവിഷ്ണുവിന്റെ ശ്രീപത്മനാഭ ഭാവത്തെ നന്നായി പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്താൻ കഴിയുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഭഗവാന് താമരമുട്ട് സമർപ്പിക്കുന്നതും നിങ്ങളുടെ പേരിൽ ഒരു അർച്ചന നടത്തുന്നതും, അതേ ക്ഷേത്രത്തിൽ തന്നെയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഏതെങ്കിലും നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഭഗവാന് പാനകനേദ്യം സമർപ്പിച്ച് നരസിംഹ സ്തോത്രങ്ങൾ ജപിക്കുന്നതും ലക്ഷ്മി നരസിംഹമൂർത്തിയെ ആരാധിക്കുന്നതും ഉപാസിക്കുന്നതും ഈ ഒരു കാലയളവിൽ നക്ഷത്ര ജാതർക്ക് വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ തന്നെ നക്ഷത്ര ജാതർ എല്ലാ ദിവസവും രാവിലെ ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ സങ്കല്പിച്ച് ധ്യാനിക്കുന്നതും വളരെയധികം ഗുണകരമായിരിക്കും. അത് കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫിനെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കുവാൻ സാധ്യമായ ഒരു വസ്തുതയാണ്. കാര്യം ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ നക്ഷത്ര ജാതരൊക്കെ ഒരുപാട് സ്ട്രെസ്സുകളൊക്കെ അനുഭവിച്ചു വന്നവരാണ്. ആ സ്ട്രെസ്സിനൊക്കെ ഒരു റിലീഫിന് ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഈ ഒരു 10 മിനിറ്റ് സമയമെങ്കിലും നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ തന്നെ ഒരുക്കി ഭഗവാനിലേക്കും നന്മകളിലേക്കും അടുക്കുവാനുള്ള ഒരു അവസരം നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുക. എല്ലാ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഒരു മലയാള വർഷം ഒരുപാട് സന്തോഷങ്ങൾ ഐശ്വര്യങ്ങളും ഒക്കെ നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിന്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചു നിർത്തുന്നു.